ഇപ്പോൾ വിലാപയാത്ര ഏതാണ്ട് 2:30 ആരംഭിച്ചത്. അപ്പോൾ എത്ര ദൂരം പിന്നിട്ടു? ഏതാണ്ട് എത്ര ദൂരം പിന്നിട്ടു? ചാവടിമുക്ക് എത്താൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച ഒരു 5 കിലോമീറ്റർ, 5 പിന്നെ 5 ഒരു 6-7 കിലോമീറ്റർ 7 കിലോമീറ്റർ എത്തിയിട്ടുള്ളൂ. ഇത് അതായത് തിരുവനന്തപുരത്ത് നമ്മൾ മാക്സിമം ഒരു 4 മണിക്കൂർ കൊണ്ട്, കൂടിപ്പോയി 4 മണിക്കൂറിൽ ആലപ്പുഴ എത്തേണ്ടതാണ്. പക്ഷേ ഈ വിലാപയാത്ര കണ്ടില്ല, ഇപ്പം കാണാൻ നിൽക്കുന്നവരെല്ലാം കൂടി ചേർന്നൊരു സാഗരം പോലെ ഒഴുകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഖാവിന് അന്തിമമായി ഹൃദയാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇനി പിന്നെ ഈ പറയുന്ന പോലെ ഇനിയൊരു മടക്കമില്ല വി എസിന്. തലസ്ഥാന നഗരി പൂർണ്ണമായും വിട ചൊല്ലുകയാണ് വി എസിനെ. അവസാനമായി ഇന്ന് മാത്രമേ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ഓരോരുത്തർക്കും വി എസിനെ കാണാൻ കഴിയുകയുള്ളൂ, ആ സമരനായകനെ കാണാൻ കഴിയുകയുള്ളൂ. അവർക്ക് വേണ്ടി പ്രവർത്തിച്ച്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രവർത്തിച്ച്, ജനിച്ച കാലം മുതൽ മുദ്രാവാക്യം മുഴക്കി ഓരോ പീഡനവും യാതനയും ഏറ്റുവാങ്ങി ഇപ്പോൾ 102-ാം വയസ്സിൽ അദ്ദേഹം അന്ത്യവിശ്രമത്തിന് പോവുകയാണ്. അദ്ദേഹത്തിന് പറയില്ലേ ഈ ആൾക്കൂട്ടങ്ങളുടെ നേതാക്കൾ എന്ന് പറയില്ലേ, നമ്മൾ ഇതിനു മുൻപ് അത് പറഞ്ഞിട്ടുള്ള ഉമ്മൻചാണ്ടിയെ പറ്റിയാണ്. വി എസ് ഒക്കെ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 19 പേരെങ്കിലും ക്രൗഡ് പുള്ളറാണ് വി എസിന്റെ ചുറ്റും ഉണ്ടാകും. വി എസ് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ഒറ്റയ്ക്ക് ഒരു പക്ഷേ അദ്ദേഹം പോകാറില്ല, പക്ഷേ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി ചെന്നാൽ പോലും ഒരു 50 പേര് അവിടെ തടിച്ചുകൂടും. വി എസ് എവിടെ പോകുന്നോ 50 പേരും വി എസിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആളുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനക്കൂട്ടങ്ങൾ സ്വീകരിച്ച ജനകീയനായ നേതാവിന് ജനക്കൂട്ടം തന്നെയല്ലേ വിട നൽകിയത്? തീർച്ചയായും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ജനങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റിയ ഒരു ഭരണാധികാരി അല്ല വി എസ് എന്നുള്ളതാണ്. സമരങ്ങളിലൂടെ ഈ ഓരോന്നും നേടിയെടുത്തു കൊടുത്ത ഒരു നേതാവ് കൂടിയാണ്. പിന്നെ മാത്രമല്ല, ഈ വി എസിൻ്റെ പുന്നപ്ര സമരത്തിനൊക്കെ ശേഷം അദ്ദേഹം തന്നെ എഴുതിയതൊക്കെ വായിച്ചാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇത്രയും വേദനയൊക്കെ സഹിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അത്രമേൽ യാതനയും പീഡനവും ഒക്കെ അനുഭവിച്ച് കേരളം വേദന സഹിച്ച ഒരു മനുഷ്യൻ 102 വയസ്സ് വരെ, അതും ഈ മരണസമയത്തും അദ്ദേഹം 1 മാസം പൊരുതി എന്നുള്ളതാണ്. മരണത്തോടും പൊരുതി 1 മാസം കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം അതിന് കീഴടങ്ങുന്നത് പോലും. അപ്പോൾ അങ്ങനെയുള്ളൊരു സമരനായകന് ഇതല്ലാതെ പിന്നെ എങ്ങനെയാണ് ആ നാട് വിട ചൊല്ലുന്നത്, അല്ലേ? കാരണം എത്രയോ വർഷം അദ്ദേഹം ആലപ്പുഴക്കാരനാണെങ്കിലും എത്രയോ വർഷം അദ്ദേഹം ജീവിച്ച മണ്ണാണ് തിരുവനന്തപുരം. അദ്ദേഹം എത്രയോ നാൾ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം തിരുവനന്തപുരമായിരുന്നു. അദ്ദേഹം പോകാത്ത വഴികളില്ല, പോകാത്ത സമയമില്ല, പോകാത്ത ദൂരങ്ങളില്ല. അപ്പോൾ ആ തലസ്ഥാന നഗരം അദ്ദേഹത്തിന് കണ്ണുനീരാൽ വിട നൽകുകയാണ്, ഹൃദയാഭിവാദ്യങ്ങളാൽ വിട നൽകുകയാണ്. വിലാപയാത്ര നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. 5 കൂടിയുണ്ട് നമുക്കിപ്പം കാര്യവട്ടത്ത്. 5 ഇപ്പോൾ പോങ്ങുമൂട്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ വിലാപയാത്ര. ഇനിയും സമയമെടുക്കും കാര്യവട്ടത്തേക്ക് എത്താൻ. ഇപ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ? സേതു, ഈ കാര്യവട്ടം ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ ഈ വിലാപയാത്രയുടെ 10ാമത്തെ കേന്ദ്രമാണ് ഈ ശ്രീകാര്യം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നേരത്തെ നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലും ആളുകൾ ഏറെ നേരം വി എസിനായി കാത്തു നിൽക്കുന്നത് കണ്ടു. സമാനമായ സ്ഥിതി തന്നെയാണ് മറ്റിടങ്ങളിലും എന്നത് പറയാതെ വയ്യ. എന്തായാലും ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളടക്കം നമുക്ക് കാണാൻ സാധിക്കും. വി എസിനെ കാണാൻ വേണ്ടി ഇരിക്കുകയാണോ? ഇഷ്ടമാണോ? ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇഷ്ടം? ഞാൻ ഇങ്ങനെ ഇന്നേവരെ വ്യൂസ് കയറിയിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നുണ്ട്. ആരെ കൂടെ ഉള്ളത്? അച്ഛൻ. എന്താ, നമ്മള് ആദ്യകാലം മൂലം നമ്മളെ ജനിച്ച കാലം മൂലം കേൾക്കുന്ന ഒരു നേതാവാണ്. അപ്പം അത്രയും ഓർമ്മ ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെ ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ വന്ന ഓർമ്മകളാണ് നമുക്ക് കൂടുതലുള്ളത്. ആവേശമായിട്ട് പ്രസംഗ ശൈലിയൊക്കെ ഇഷ്ടമാണ്. മോനെ, വീസിനെ കാണാൻ വേണ്ടി വന്നത് ഇഷ്ടമാണോ? സേതു, ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ കാണാൻ ചുവന്ന കുടപിടിച്ച് 2 കുഞ്ഞുങ്ങൾ വി എസിനെ കാണാൻ വേണ്ടിയിട്ട് ഈ കാര്യവട്ടത്തെ ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്നുണ്ട്. സമാനമായിട്ടുള്ള രീതിയിൽ ആളുകളൊക്കെ ഇവിടെയുമുണ്ട് വി എസിനെ കാണാൻ വേണ്ടി. അതെ, വി എസിനെ കാണാൻ വേണ്ടി കുറേ നേരമായി വന്നിട്ട്. ഇതിനു മുമ്പ് ഞാൻ പാർട്ടി മെമ്പറാണ്. സമാനമായിട്ട് ആളുകളൊക്കെ ഇരു സ്ഥലങ്ങളിലായിട്ട് റോഡിൻ്റെ വീതികളിലൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഇവിടെ ഒരു ദേവാലയം കാണാം. നമുക്ക് അവിടെയുമുണ്ട് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. വി എസിനെ കാത്തിരിക്കുന്ന ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് അവരോട് കൂടി ചോദിച്ചു നോക്കാം എത്ര സമയമായി ഇവിടെ ഇതുപോലെ തുടരുന്നതെന്ന്. കുറേ സമയമായി.
ഈ തീരുമാനം ഞങ്ങൾക്കൊരു നല്ലൊരു നേതാവിന് വേണം. അത് ആ ഒരു ഇതിലാണ് അദ്ദേഹത്തെ കഴിഞ്ഞ് വേറെ ആരും നേരത്തെ വന്നു 2 മണിക്ക് 2 മണിക്ക് കണ്ടിട്ടേ മടങ്ങും. കണ്ടിട്ടേ നടക്കുള്ളൂ. മുമ്പ് എപ്പോഴെങ്കിലും VS-ന്റെ ഏതെങ്കിലും പ്രതിഷേധങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്, ധാരാളം പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. VS-ന് പകരം വയ്ക്കാൻ വേറൊരാളില്ല. VS തന്നെയാണ്. ഇതിൻ്റെ പകരം ഒരാൾ വരാനുമില്ല. അങ്ങനെ വന്ന ആ വഴികളതായിരുന്നു വളർന്നു വന്നു. അത്രയും ബുദ്ധിമുട്ട് ഇനി വരുന്ന ഒരു പാർട്ടിക്കാർക്കും ഉണ്ടാവില്ല. പാർട്ടി പ്രവർത്തകർ അത്രയും ബുദ്ധിമുട്ടിയാണ് അതുകൊണ്ട് കണ്ടേ പോകുള്ളൂ. സേതു ഒരുപക്ഷെ കാണാൻ സാധിക്കും ഈ ദേവാലയത്തിന്റെ തൊട്ട് മുന്നിൽ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. VS-നെ കണ്ടേ മടങ്ങും. അത്രേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു തെളിവല്ലേ ഈ മണിക്കൂറിൽ ആളോട് കാത്തിരിക്കുകയില്ല. അത് തന്നെ VS ആരാണ് എന്താണ് എന്നുള്ള തെളിവല്ലേ. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് VS. VS-ന് പകരം VS മാത്രമേ.